ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് പ്ലാൻസ്, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ 8 മണി, ഞാനൊരു 7:15 എഴുന്നേറ്റിന്ന്. 7:15 എഴുന്നേറ്റിട്ട് ഞാൻ കുറച്ച് ഫോണിൽ മെസ്സേജും അതുപോലെ തന്നെ കൊമൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനും കൺമണി മാത്രമേ ഉള്ളൂ. അശ്വിൻ ജിമ്മിൽ പോയി, അമ്മ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ പുറത്ത് വന്നിരിക്കാനും ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ റൂമിൽ ഇരുന്നിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും സമയം അതിനകത്ത് ഇരിക്കുകയായിരുന്നു. റൂമിൽ തന്നെ ഇരുന്നിട്ട് എല്ലാ റിപ്ലൈ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇന്ന് 2-3 കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് പുറത്ത് പോകണം വൈകുന്നേരം, രാവിലെ അല്ല. ഞങ്ങൾ ട്രിവാൻഡ്രം പോയപ്പം ഞാനൊരു കേരള സെറ്റ് സാരിയും പിന്നെ അതുപോലെ തന്നെ അശ്വിൻ്റെ ഒരു മുണ്ടൊക്കെ ഞാൻ അന്ന് കൊണ്ടുവച്ചത് ഇതുവരെ എനിക്കൊന്ന് ഡ്രൈ വാഷിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഹേഷിൻ്റെ കല്യാണത്തിൽ അശ്വിന് ഒത്തിരി മുണ്ടും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. കാരണം അശ്വിൻ അങ്ങനെ മുണ്ട് യൂഷ്വലി ഉപയോഗിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് വെറുതെ ഒരുപാട് മുണ്ടൊന്നും ഞങ്ങൾ വാങ്ങിച്ച് വെക്കാറില്ല. അപ്പോൾ ഞാനൊരു 2-3 മുണ്ട് മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്ത് നല്ല നല്ല ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അത് തന്നെ ഞാൻ ഡ്രൈ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അവനത് തന്നെ യൂസ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു മഹേഷിൻ്റെ താലി കിട്ടുന്ന സമയത്ത് മുണ്ടുടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് ഡ്രൈ വാഷിന് കൊടുക്കണം. ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മുണ്ടൊക്കെ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ആ സാരിയും അന്ന് കൊണ്ടുവന്നത് അതുപോലെ ഞാൻ മടക്കി വെച്ചിരിക്കുന്നുണ്ട്, അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ ഇന്ന് കുക്കിംഗ് എന്താണെന്ന് എനിക്ക് അറിയില്ല, നോക്കണം. ഇന്നലെ അശ്വിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അശ്വിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നതുകൊണ്ട് ഇന്നലെ ഞാൻ പുലാവും അതുപോലെ തന്നെ ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവർ വരാനൊരു കാരണം ഉണ്ടായിരുന്നു, അതും ഞാനിവിടെ പറയാണ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊന്നും മോണിറ്റൈസ് ആവുന്ന പോലും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഒരു 1.5 വർഷം എടുത്തു എനിക്ക് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ ചാനൽ പോകുന്നത്. പക്ഷേ എന്നാലും എന്നോടുള്ള എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സ്നേഹവും എനിക്ക് വരുന്ന കമൻസ് ഒക്കെ കാണുമ്പം എനിക്ക് തോന്നും സ്ലോ ആയിട്ടാണെങ്കിലും അത് ഇറ്റ്സ് വർത്ത്. എല്ലാവരുടെ സ്നേഹവും ഇങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പം സ്ലോ ആണെങ്കിലും ഐ എം വെരി വെരി ഹാപ്പി. കാരണം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളായതുകൊണ്ട് എല്ലാം എനിക്ക് ബോണസായിട്ട് എനിക്ക് എപ്പോഴും സന്തോഷം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷത്തിന് മുകളിലായി. എനിക്കൊരു 7 മാസം മുന്നെയാണ് മോണിറ്റൈസ് ആയത്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഏർണിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഏർണിങ്ങും കാര്യങ്ങളും ഇപ്പം എനിക്കൊരു ഏർണിങ്ങായി കിട്ടുന്നതൊക്കെ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും അല്ല, കാരണം യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ വാച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വ്യൂസൊക്കെ നോക്കുമ്പം അത്ര വലിയൊരു എമൗണ്ടൊന്നും അല്ല. പക്ഷെ എന്നാലും അതിന് എന്താണെങ്കിലും അതെനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ എന്തോ ലൈഫിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു തുടങ്ങിയത് യൂട്യൂബിൽ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തും എനിക്ക് റിട്ടേൺസ് ഒന്നും ഇല്ലാത്ത ടൈമിൽ എൻ്റെ അടുത്ത് എല്ലാവരും പറയും എന്തിനാ ഇങ്ങനെ ചെയ്യണേ, നിർത്തിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇല്ല, കുഴപ്പമില്ല, എനിക്കിതൊരു സന്തോഷമാണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തു വന്നതാണ് കേട്ടോ. അപ്പം ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും എനിക്ക് കൊലാബറേഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും വന്നിട്ടില്ല, 2-3 അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. കാരണം ഇൻസ്റ്റഗ്രാമിലും ഒത്തിരി ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ ആ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ നിങ്ങളടുത്ത് പറയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ ഒരു അഡ്വർടൈസിങ് ഏജൻസി എന്നെ വളരെ പ്രൊഫഷണലായിട്ട് എല്ലാം ത്രൂ മെയിൽ അവരെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു. അതെനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. യൂട്യൂബിൻ്റെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഞാനൊരു 2-3 വീഡിയോസ് വേറെവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ കൂപ്പൺ കോഡ്സ് നമുക്ക് തരും. അപ്പോൾ ആ കൂപ്പൺ കോഡ്സിൽ അവർ നമുക്ക് വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ ആ കൂപ്പൺ കോഡിൽ കയറി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് എനിക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരാറുണ്ട്. പക്ഷേ ഞാനീ പറയുന്നതൊന്നും എല്ലാവരും വാങ്ങിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും രണ്ട് പ്രാവശ്യത്തോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു, പിന്നെ ഞാനതങ്ങ് ചെയ്തില്ല. പക്ഷേ ഇതാണ് യൂട്യൂബിലാണെങ്കിലും ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് ഇത്രയും പ്രൊഫഷണലായിട്ടൊരു കൊലാബറേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ചോദിച്ചിട്ട് ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടെ പറയുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം കൂടെ ഉണ്ട്, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് ഷുവർ ഇല്ല. കാരണം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാനുള്ള കാരണം ആ ഒരു ആഡും കാര്യങ്ങളും ഷൂട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനിത് ചെയ്ത് അവരിതിൽ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൂടി പുറത്തേക്ക് വിടുന്നുണ്ടാവുള്ളൂ. കാരണം അവർക്ക് അവരൊരു ഏജൻസിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഹയർ അതോറിറ്റി അവർക്ക് അത് അയച്ചു കൊടുത്ത് അവർക്ക് ഓരോ കാര്യങ്ങളും അവർ വളരെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് അവരതിനെ അപ്രൂവ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡ്രസ്സാണെങ്കിൽ പോലും നമ്മുടെ ഓരോ കാര്യങ്ങളും അവർ നമ്മളടുത്ത് മുന്നേ ചോദിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓപ്പണിംഗ് ക്ലിപ്പിങ്ങിന് ഉണ്ടാവണം, എൻഡിങ് ഇങ്ങനെ, അവർക്കെല്ലാം ഒരു നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് ചെയ്യാം. ഞാൻ ഇന്നലെ അത് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്നലെ ഇന്നലെ കൊടുക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു 2 വീഡിയോസ് എടുത്തു. അപ്പം അവർ ആദ്യം എന്നോട് സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളും ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി, നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വീഡിയോസ് എടുത്ത് തന്നു. അങ്ങനെ അത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു പ്രോപ്പർ പ്രൊഫഷണൽ ആഡ് പോലെയുണ്ട്, നമുക്ക് ഇതുപോലത്തെ ഒരു ആഡ് വേണ്ട, നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലെ തോന്നണം എന്നുള്ള രീതിയിൽ. വീട്ടിൽ നിങ്ങളുടെ കുറച്ച് ഇൻസിഡൻസ് ആയിട്ട് നമുക്ക് അതിനൊന്ന് ചെയ്താൽ മതി. ഒരു ആഡ് എന്ന് പറയുന്ന സംഭവമേ അത് തോന്നാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ 2 വീഡിയോസ് എടുത്തു. ഇന്നലെ അത് ഫുൾ ഡേ ഞാൻ ഇന്നലെ അതിൽ തന്നെ ബിസി ആയിപ്പോയി. അങ്ങനെ 2 വീഡിയോസ് എടുത്തു. പക്ഷെ അത് ശരിയായില്ല. അവർ പറഞ്ഞു തന്നു. പിന്നെയാണ് അവർ സ്ക്രിപ്റ്റൊക്കെ അയക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ഷൂട്ട് ചെയ്യാം. ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്നലത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഭയങ്കര കഷ്ടപ്പാട്. ഇന്ന് എനിക്കൊന്ന് ഞാൻ സാധാരണ വീഡിയോസ് എടുക്കുന്നത് പോലെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും ആ ഒരു ആഡിൻ്റെ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ആഡ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. അപ്പം അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഒരു എൻ്റെ ഹാപ്പിനെസ്സിനെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ കേട്ടോ. ഏതാണ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറേ ആഡ്സ് ഒന്നും വരുമെന്ന് എനിക്കറിയില്ല ഫ്യൂച്ചറിൽ. പക്ഷേ ഞാനിപ്പം എടുത്ത ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ ഓക്കെ പറയാനുള്ളൊരു കാരണം, ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധി വന്ന കാലം മുതൽ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫസ്റ്റ് ആഡ് ഓക്കെ ഇത് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കാണാം. അത് മാത്രമല്ല വേറെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് അമ്മ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്ക് എത്തുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ തണുപ്പൊക്കെ പോയിട്ട് മെല്ലെ മെല്ലെ ചൂട് വരാൻ തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു നവംബർ ടു ഫെബ് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ചൂട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ചൂടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനി ഇന്നലെ മുതൽ ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഞാൻ അറിയാണ്ട് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോഴേക്കും എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ പറയാറുണ്ട്, എൻ്റെ ത്രോട്ടിന് എനിക്ക് ആ കോവിഡ് വന്നു പോയതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുടിക്കുന്നതും അതുപോലെ ഐസ്ക്രീം അതുപോലെ കഴിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മളൊരു നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലൊന്നും എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ തിന്നുന്നതും കുടിക്കുന്നതിലൊക്കെ എനിക്ക് വല്ലാണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചൂടുവെള്ളം കുടിക്കാം. നെയ്യ് കുടിച്ചിട്ടില്ല, നെയ്യും കുടിക്കണം. വീട്ടിൽ സാധാരണ ആരും ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ എൻ്റെ ഒരു സ്ലോ ഡേയ്സ് ആയിരിക്കും കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനോ ഞാൻ ഒത്തിരി ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കുറച്ചുകൂടി സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ
എനിക്ക് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹരിബരി ആവും. അവിടെ സംസാരിക്കും, ഇവിടെ സംസാരിക്കും, അതെന്താ ഇതെന്താ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഇങ്ങനൊരിതായി. അപ്പം ഇപ്പം ഇവിടെ ആരും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ്. സത്യം പറഞ്ഞ അടുത്ത് അതുപോലെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് സോനു ചോദിക്കായിരുന്നു മിനിയാന്ന് വന്നപ്പം. കാരണം അശ്വിൻ രാവിലെ പോയി വൈകുന്നേരം വരുമല്ലോ, ഇപ്പോൾ ബിസിയാണ് കുറച്ച്. അപ്പോൾ അമ്മയില്ല, ആരുമില്ലല്ലോ, ഞാനും കൺമണിയും മാത്രം. അപ്പോൾ അവൾ എന്നെ വിളിച്ചപ്പോൾ ചോദിക്കുക, ബോറടിക്കില്ലേ സ്വാതിയമ്മ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് ബോറടിക്കുന്നില്ലല്ലോ. അതെനിക്കൊരു വല്ലാത്ത സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ ഞാൻ ഒരു മോളായിട്ട് ഞാൻ ജനിച്ചതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഒരാൾ വേണം, എപ്പോഴും കൂടെ ഇരിക്കണം, അങ്ങനെയൊന്നും എനിക്കില്ല. പിന്നെ കൺമണി ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്. കൺമണി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ആയി. എന്നാലും കൺമണി ഞാനും കുറച്ച് സമയം അവൾ TV കാണുമ്പം ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. അടുക്കളയിൽ കയറിയിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മാറ്റി, അവിടെയൊക്കെ പൊടിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അശ്വിനത്തെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. What? ഗുഡ് മോർണിംഗ്. Very good morning. ആരാ മമ്മേനെ വിളിച്ചേ? എന്തു പറ്റി? ആരുടെ കൂടെ കിടക്കുന്നു? ഇതാരേത്? കൺമണിന്റെ ഫ്രണ്ടാണോ? ആണോ? ഫ്രണ്ടിന്റെ കൂടെയാണോ കിടക്കുന്നേ? വീഡിയോ എടുക്കണോ? വീഡിയോ എടുക്കാം നമുക്ക്. കുറച്ച് കഴിയുമ്പം കുളിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇന്നെന്ത് നമുക്ക് കുക്ക് ചെയ്യാം? നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്നു? ഇന്നെന്ത് കുക്ക് ചെയ്യും? എന്ത് ചെയ്യാം? ഹോട്ടലോ? ഹോട്ടലുള്ള മോനെ, വീട്ടിലെന്ത് കുക്ക് ചെയ്യാം? വീഡിയോ എടുക്കണ്ടേ? കൺമണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പോലും. കൺമണി കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. മമ്മേൻ്റെ വീഡിയോ ഇഷ്ടമില്ല പോലും, കൺമണി ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരും. അയ്യോ മമ്മ കരയും. അയ്യോ കൺമണിക്ക് മമ്മേൻ്റെ വീഡിയോ ആണോ ഇഷ്ടം? അച്ഛടാ. കൺമണി എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തട്ടെ. ഒരു ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ബാ എനിക്ക്. അശ്വിന് ഞാൻ കുറച്ച് ചിക്കൻ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവന് ഇന്നലത്തെ പുലാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് മതി എനിക്ക് പറഞ്ഞിട്ട് അതും ഞാൻ ചൂടാക്കാൻ വെച്ചു. ഇത് ബോൺലെസ് ചിക്കനാണ്, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒക്കെ വന്നെല്ലാം ക്ലീൻ ചെയ്യാണ്. ചായ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ചെന്ന ഉണ്ടായിരുന്നു. ആ ചെന്ന വെച്ചിട്ട് ഞാൻ നമ്മുടെ അന്നത്തെ ഒരു ചെന്ന മസാലയുടെ റെസിപ്പി ഉണ്ടായിരുന്നില്ലേ, ആ ചെന്ന മസാല ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുറച്ച് പുട്ടുപൊടി ഉണ്ട്, അപ്പോൾ എനിക്ക് മാത്രമേ വേണ്ടൂ, ഇത് മതിയാവും. ഞാൻ വിചാരിച്ചു പുട്ടും ചെന്നയാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ക്യാമറമാൻ, ഡയറക്ടർ, ഹായ്. ಸ್ಕ್ರಿಪ್ಟರ್ ಎಲ್ಲ ಆಕ್ಟಿಂಗ್ ಒಂದಿಲ್ಲ ಅಷ್ಟೇ. ಆಕ್ಟಿಂಗ್ ನೆಕ್ಸ್ಟ್ ನೀವೇ ಆಕ್ಟ್ರು, ನಾನು ಸಪೋರ್ಟಿಂಗ್. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് ಕೆಳಗಡೆ നമ്മൾ വിമ്മിൻ്റെ ആയിട്ടാണ് ചെയ്യുന്നത്. ಸುಮ್ಮನೆ ನಗೋದಿಲ್ಲ, ಜೋರಾಗಿ ನಗ್ಬೇಕು. ಅದೇನದು ನನಗೆ ಹಂಗೆಲ್ಲ ಬರಲ್ಲ. ಅದೇ ತಾನೇ ನಾನು ಅವತ್ತು ತಗೊಂಡಿರೋದು. ಯಾವತ್ತು? ಆ 3 ಸತಿದು ಹೋಯ್ತಲ್ಲ, ಏನದು ರಿಟರ್ನ್ ಎಕ್ಸ್ಚೇಂಜ್ ಆಯ್ತಲ್ಲ, ಅದೇ. ನಾನು ರೆಡಿ ಇದ್ದೀನಿ. ಹೋಗ್ರಿ.
ಹಾಯ್ ಇವಾಗ ನೀವು ಕೈ ಕೈ ಹಾಕಿ ಪಲ್ಯನಾ ಆಯ್ತು ಇವಾಗ ನೆಕ್ಸ್ಟ್ ಕಟ್ ಮಾಡು ಅಲ್ಲಿ ಜಸ್ಟ್ ಡೂ ದಿಸ್ ಓಕೆ ಎಣ್ಣೆ ಹಾಕು. ಸ್ಟವ್ ಆನ್ ಮಾಡಿ ಚಕ ಚಕ ಭಾಳ ಹಾಸ್ಟೆಲ್ ಹೋಗ್ಬೇಕಾದ್ರೆ ಹೌದು ಅಂದರೆ ನೋಡಿ ಪ್ಲೇಟ್ ವಾಶು ರೂಮ್ ಕ್ಲೀನಿಂಗು ರೂಮ್ನ ಒಬ್ಬೊಬ್ರು ಒಂದೊಂದು ದಿವಸ ಕಸ ಹೊಡೆದನ್ನೆಲ್ಲ ಒರೆಸ್ಬೇಕಲ್ಲಿ. ಸ್ವಲ್ಪ ಸ್ಪೀಡ್ ಮಾಡಿರಿ ನಡೀತೈತಿ. ಇದೇ 30 ಸೆಕೆಂಡ್ ಅದು. ಎಷ್ಟು ಜನ ಇತ್ತು ರೂಮಲ್ಲಿ? ಎಷ್ಟು ಜನ ಇತ್ತು ನಿಮ್ಮದು 8 ಜನ ಇತ್ತು. നമ്മുടെ ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമ്മിന് വേണ്ടിയിട്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഷൂട്ട് പോലെയല്ല, അവർക്കൊരു നാച്ചുറൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വീട്ടിലെ കുറച്ച് മൊമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അവർക്ക് വേണ്ടത്. അപ്പം ഇന്നലെ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിൽ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ആഡ് പോലെ വേണ്ട, നമുക്ക് നിങ്ങളുടെ വീട്ടിലൊരു നടക്കുന്ന കാര്യങ്ങളായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വീണ്ടും അതിനെ റീഷൂട്ട് ചെയ്തതാണ് സംഭവം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വിം എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് വിമ്മാണ്. അപ്പം ഞാൻ വിമ്മിൻ്റെ തന്നെ വന്നപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രൗണിനെ കാണുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോഴേക്ക് ബ്രൗണി പുറത്തായിട്ട് അശു ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ലാച്ചല്ല, കീ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഞാൻ അതിനകത്താക്കി. അതായിരുന്നു. അപ്പം വിമ്മിൻ്റെ ആയതുകൊണ്ടാണ്. പിന്നെ അതും ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് വിമ്മിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറച്ച് അറിയുന്നൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു സന്തോഷം. പിന്നെ അവരത് എന്താ പറയുക, ഓക്കെ. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു കൺഫർമേഷൻ അവരത് ചെക്ക് ചെയ്തിട്ട് അതിനോട് പറയും. അപ്പോൾ ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവരാണ് കേട്ടോ ഇതിൻ്റെ ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇവർ 3 പേരും, അത് അശ്വിനും അവൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഇപ്പോൾ പുറത്ത് പോയിരിക്കുക. അപ്പോൾ അവർക്കുള്ള ഗീ റൈസും കാര്യങ്ങളൊക്കെ, അവർ ഇന്നാരും നോൺ വെജ് കഴിക്കില്ല. അശ്വിന് കുഴപ്പമില്ല, ഫ്രണ്ട്സ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ചെന്ന മസാല ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അവർക്ക് ചെന്ന മസാലയും ഗീ റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അശ്വിന് ചെന്ന അത്രയും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് 2 പേർക്കും കഴിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അശ്വിന് ഞാൻ വിചാരിച്ചു ചിക്കൻ എന്തെങ്കിലും ആക്കി കൊടുക്കാം, ഗീ റൈസിൻ്റെ കൂടെ ആകുമ്പോൾ കഴിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പണിയൊക്കെയാണ്. കൺമണി കുളിച്ചിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ കൺമണിനെ കുളിപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യം. കൺമണിയും കളിയാണ്. പിന്നെ ബ്രൗണിക്ക് ഫുഡ് കൊടുക്കണം, അതാണ് എൻ്റെ. രണ്ടാമത് പാവം വീണ്ടും വന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ട് അവരിപ്പം ജസ്റ്റ് അങ്ങോട്ട് പോയി. സമയം എത്രയായി? സമയം 5 മണി. സമയം 5 മണിയായി. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചു. ഞാൻ രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഫുൾ ഡേ ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് എനിക്കിന്ന് വല്ലാത്തൊരു ക്ഷീണമാണ്. അപ്പോൾ ഞാനൊന്ന് തലയൊക്കെ കുളിച്ചു. ഇനിയിപ്പം ഞാൻ അവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് അവർക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് അതിനെ ഷെയർ ചെയ്യണം എന്നാണ്, അതാണ് അവരുടെ കാര്യം. അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല, അവരുടെ നമുക്ക് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നൊരു പാർസൽ വന്നു. ഇതും വേറൊരു ഒരു കൊളാബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പാർസലാണ് കേട്ടോ. അതാണ് വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ അയച്ചു തന്നതാണ്. ഇതും എനിക്ക് ഈയിടയ്ക്ക് എന്നെ ഈസ്റ്റേൺ അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസ്റ്റേണിൻ്റെ. അപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ, ഇവർക്ക് യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു ഈസ്റ്റേൺ അവർ ഫസ്റ്റ് ടൈം അവരൊരു പുട്ടുപൊടി അവർ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ അത് ഔട്ട് ഓഫ് കേരള അല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒന്നും ഇതുവരെ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി ഒന്നും ഇതുവരെ പോയിട്ടില്ല. അത് പോകുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ അവർ ദുബായിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ സാധനം ഇവിടെ ദാവണഗിരി കിട്ടില്ല, ഇത് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇത് പുട്ടുപൊടിയാണ്, നമ്മുടെ ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടത്. ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പം ഞാൻ ഈസ്റ്റേൺ സ്റ്റീം പുട്ടുപൊടി, അതും നമ്മുടെ പയ്യന്നൂരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും എല്ലാ ഷോപ്സിലും ഇത് അവൈലബിൾ ആയിട്ടില്ല. കുറച്ച് പെർട്ടിക്കുലർ ഷോപ്സിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ.
അപ്പം ഞാൻ അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വിചാരിച്ചു ഞാൻ കേരളത്തിലാണ് സെറ്റിൽഡ് എന്ന്. അപ്പം അല്ല, ഞാനിങ്ങനെ കർണാടകയിലാണെന്ന് പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പയ്യന്നൂർ അവർക്ക് ഏത് സ്റ്റോറിലാണ് ഇത് അവൈലബിൾ എന്നൊക്കെ നോക്കി അവരെനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം, അതൊന്നുണ്ട്. പിന്നെ ഈസ്റ്റേൺ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, വിമ്മ് പോലെ തന്നെ എനിക്ക് ഈസ്റ്റേണും ഭയങ്കര ഫെമിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നും എല്ലാ പൊടികളും ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു അറിവ് വെച്ച കാലം മുതൽ അമ്മ ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ ആണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ അമ്മ പേഴ്സണലി പുറത്ത് സ്വന്തമായിട്ട് വാങ്ങിച്ചു വന്ന് പൊടിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, വളരെ കുറവാണ്. അമ്മ ആകപ്പാട് മഞ്ഞൾപ്പൊടിയൊക്കെ മാത്രമേ അങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിലുള്ള ഇവിടുന്ന് ഫാക്ടറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ളൂ. ഫാക്ടറി അല്ല, മില്ലിലൊക്കെ പോയിട്ട് വാങ്ങിക്കാറുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഒരു 90% എല്ലാ പൊടിയും അമ്മയാണെങ്കിലും ഈസ്റ്റേണിനാണ് വാങ്ങിക്കാം. ഈസ്റ്റേണിൻ്റെ ഞാനും സെയിം ആണ്. എനിക്കിവിടെ നാട്ടിലെ എല്ലാ പൗഡേഴ്സും കിട്ടില്ല. ഇവിടെ വേറെ കുറേ ബ്രാൻഡ്സ് കിട്ടും, ആച്ചി, പിന്നെ എവറസ്റ്റ്, MTR, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ബ്രാൻഡുകൾ. ഇവിടെ കിട്ടുന്ന ബ്രാൻഡുകൾ അതൊക്കെയാണ്. പക്ഷേ എനിക്ക് പിന്നെ ശക്തി, ഇതൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ എനിക്ക് അതൊന്നും പറ്റില്ല. അപ്പം എനിക്ക് ഇഷ്ടം നമ്മുടെ നാട്ടിലെ ബ്രാൻഡുകളാണ്. പക്ഷേ നാട്ടിലെ ബ്രാൻഡിൽ ഇവിടെ കിട്ടുന്നത് ഈസ്റ്റേൺ മാത്രമാണ്. അപ്പം ഞാൻ എപ്പോഴും ഈസ്റ്റേൺ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈസ്റ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ഞാനാണെങ്കിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്റ്റേണിൻ്റെ അവരെനിക്ക് ഒരു കൊളാബ്, അതും അവരെനിക്ക് മെയിലാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ഈ മെയിൽ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല, കാരണം എനിക്കങ്ങനെ മെയിൽസ് ഒന്നും വരാറില്ല. ഞാനിങ്ങനൊരു ഞാൻ മെയിൽ ചെക്ക് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിമ്മിൻ്റെ എനിക്ക് തോന്നുന്നു ഈ വിമ്മിൽ എന്നെ അപ്രോച്ച് ചെയ്ത ഏജൻസി എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടി എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫോൺ നമ്പർ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പോൾ അവരെൻ്റെ ഫോണിലാണ് അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടേത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഈസ്റ്റേണിൻ്റെ കൊലാബറേഷൻ, അതുപോലെ തന്നെ എനിക്ക് വേറൊരു നാട്ടിലൊരു ബുട്ടീക്കിൽ നിന്നൊരു കൊലാബറേഷൻ അങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് അപർണ എന്ന് പറഞ്ഞ ഒരു കുട്ടി നാട്ടിലുള്ള, അപ്പോൾ അവളാണ് ഇതിൻ്റെ ആൾ, ഈസ്റ്റേണിൻ്റെ. അങ്ങനെ അവളതൊക്കെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഇനിയിപ്പം ഈ മാസം ബൈ ദിസ് എൻഡ് ഓഫ് ദിസ് മന്ത് മതി എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു എടുത്ത് വെച്ചോളൂ, ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊരു ദിവസമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ദൈവം സഹായിച്ചിട്ട് എനിക്കിതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം, നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റണം എന്നെന്ന് ഞാനെപ്പോഴും വിചാരിക്കും. ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം. പുട്ട് കഴിച്ചതേ ഉള്ളൂ ഞാൻ. എനിക്കത്ര വിശപ്പില്ല ഇന്നത്തെ ഒരു ദിവസം, കാരണം ഇന്നൊരു ദിവസം ഞാൻ മൊത്തത്തിൽ ഇവർക്ക് നമ്മൾ ഔട്ട് കൊടുത്തിട്ടും അവർക്ക് വേണ്ട പോലത്തെ ഔട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇന്നലെ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് ഇന്നലെ രാത്രി മൊത്തം. ഇന്നാണെങ്കിലും അവരത് ചെക്ക് ചെയ്ത് അവർക്കത് അപ്രൂവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാനിങ്ങനെ അവരുടെ ഒന്നും റിപ്ലൈ വരാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആകപ്പാട് വെയിറ്റ് ചെയ്യാണ്, നമുക്ക് നോക്കാം എന്താവുമെന്ന്. അങ്ങനെ അത് അവരുടെ അവിടെ ഉണ്ട്. നമുക്കൊരു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒന്ന് പുറത്ത് പോകണമെന്നുണ്ട്, അറിയില്ല. ഇവിടെ റോഡ് പണിയായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്, പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കണം. കുറച്ച് നമ്മുടെ രാത്രിത്തെ സംഭവങ്ങളൊക്കെ 6:30 സമയം. അപ്പം അശ്വിനി പുലാവ്, കാരണം ഞാൻ ഉച്ചയ്ക്ക് ഗീ റൈസ് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, അപ്പോൾ അത് ബാക്കി കഴിഞ്ഞു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പുലാവ് ഉണ്ടാക്കാമെന്ന്. പിന്നെ കുറച്ച് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അശ്വിൻ്റെ ഫുഡായി. അപ്പോൾ അശ്വിന് ഭയങ്കര ആഗ്രഹം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചീസ് കേക്ക് ഇല്ലേ, ഇന്നലെയല്ല മിനിയാന്ന് ഉണ്ടാക്കി, ആ ചീസ് കേക്ക് ഒന്നുകൂടെ കഴിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ആ ചീസ് കേക്ക് അശ്വിൻ ഞാൻ മാത്രം ചീസ് കേക്ക് തിന്നേയില്ല, ಅದು ಸ್ವಲ್ಪ ಶುಗರ್ ಹಾಕಿದ್ದೀನಿ, ಕಂಡೆನ್ಸ್ಡ್ ಮಿಲ್ಕ್ ಹಾಕ್ತೀನಿ ಸ್ವಲ್ಪ. ನಾನು ಡಯಟಲ್ಲಿ ഇതിനെന്താ ഞാൻ കഴിച്ചില്ല കേട്ടോ, ബാക്കി എല്ലാവരും കഴിച്ചു, ഞാൻ മാത്രം കഴിച്ചില്ല. അപ്പം നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചെന്ന ബാക്കിയുണ്ട്, പിന്നെ ഗീ റൈസിൽ കുറച്ചുണ്ട്. അപ്പം ഒരു തുള്ളി ഗീ റൈസും ബാക്കിയുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ചീസ് കേക്കും കൂടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അടുക്കളയിൽ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന്ന് ഷോർട്ട് വീഡിയോ ഇല്ല. ഇനിയിപ്പോൾ നാളെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പം ഒരു വിസിലിൽ പുലാവ് റെഡിയാവും. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി സോസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അടുത്ത പരിപാടികൾ. എനിക്കുണ്ടല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് പനീർ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പീസ്. അപ്പം ഞാൻ ഈ മഖാന എന്ന് പറയില്ലേ, ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊന്ന് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇത് ഞാൻ പനീറിൽ കോട്ട് ചെയ്തിട്ട് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് മഖാന ഫോർ ദ പനീർ. അപ്പോൾ അശ്വിൻ്റെ സ്ട്രോബെറി സോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ബിസ്ക്കറ്റ് അശ്വോ ಈ ಮ್ಯಾರಿ ಬಿಸ್ಕೆಟ್ ಇದ್ರಲ್ಲಿ ನಾನು ಇದು ಕೊಡ್ತೀನಿ, ಈ ಬ್ಲೆಂಡರ್ ಕೊಡ್ತೀನಿ, ಇದರಲ್ಲಿ ಪೌಡರ್ ಮಾಡಬೇಕು.
ഓക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേ ടൈമിൽ കുക്ക് ചെയ്യുമ്പം എൻ്റെ കൂടെ ആരെങ്കിലും ഇല്ലാത്തതാണ് കംഫർട്ടബിൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ പണിയൊക്കെ സ്ലോ ആവും. ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ മൊത്തം പണിയൊക്കെ സ്ലോ ആവും. അപ്പം ഞാനിങ്ങനെ പറയും, ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവളിങ്ങനെ വന്ന് ഇവിടെ ഇരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ. അപ്പം ഞാൻ പറയും ഞാനിത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ഞാൻ ലേറ്റ് ആയി പോകും. പക്ഷേ രാത്രി കുക്ക് ചെയ്യുമ്പം എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ಅದಾಯ್ತು ಮೆಲ್ಟ್ ಆಯ್ತು ಅಷ್ಟೇ. ಇದಕ್ಕೆ ಇವಾಗ ಇದನ್ನ ಬಿಸ್ಕೆಟ್ ಇದಕ್ಕೆ ಹಾಕ್ಬೇಕಾ ಅಥವಾ ಅಲ್ಲ ಬಿಸ್ಕೆಟ್ ಪೌಡರ್ ಮಾಡಬೇಕಲ್ವಾ? ಇದು ಕೊಡ್ತೀನಿ ಸರಿ. ಅಷ್ಟು ಅಲ್ಲೊಂದು ತಟ್ಟೆ ಕೊಡು. നമ്മൾ ചീസ് കേക്കിനെ ഡബിൾ ബോയിലിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാട്ടെ. എന്തെങ്കിലും ഒരു കോലൊക്കെ വെച്ചിട്ട് ഞാൻ അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടോ. ഇതാ എന്താ മോനെ? സ്ട്രോബെറി സോസ് മോനെ. കേക്ക് അല്ലേ ഇത്? അന്ന് കൺമണി കേക്ക് ഉണ്ടാക്കിയില്ലേ? ആ കേക്ക്, സെയിം കേക്ക്, ചീസ് കേക്ക്. ഇത് ബട്ടർ പഞ്ഞാൽ ചീസ് കേക്ക്. ചീസ് കേക്ക്. ബട്ടർ പഞ്ഞാൽ ചീസ് കേക്ക്. ഇതിലെന്തെല്ലാം ഇടും നമ്മള്? സ്ട്രോബെറി. പിന്നെന്തൊക്കെ ഇട്ടു പറ? ഇതിനകത്ത് എന്തൊക്കെ ഇട്ടു നമ്മള്? ചീസ് ഇട്ടു, പിന്നെന്തിട്ടു? ബിസ്ക്കറ്റ് ഇട്ടില്ലേ? പറയണം, കൺമണി പറയണം ഇതെല്ലാം ഇട്ടു അല്ലേ? കൺമണി വീഡിയോയിൽ ഹായ് പറയൂ. കൺമണിനെ കുളിച്ചിട്ടില്ല. അയ്യോ ഷെയിം ഷെയിം. കുളിക്കണ്ടേ നമുക്ക്? എപ്പോ കുളിക്കും? രാത്രിയോ? ഞാനിന്ന് കൺമണീനെ കുളിക്കാൻ മറന്നിട്ടില്ല. ഞാൻ രാവിലെ തിരക്കില്ലായിരുന്നു. ആ സമയത്ത് കൺമണി കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചേക്കാം, ഇവിടെ പിന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു പ്രാവശ്യം കുളിച്ചു, പക്ഷെ അപ്പോൾ ഇവിടെ ഉറങ്ങായിരുന്നു. രാത്രി കുളിക്കാം കേട്ടോ. അമ്മ കുളിച്ചു മോനെ. കേക്കാവുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ചിക്കനും എനിക്ക് കുറച്ച് പനീരൊക്കെ ചൂടാക്കാന്ന്. കാരണം കേക്ക് രാത്രിയല്ലേ അവരെന്തായാലും കഴിക്കുള്ളൂ. നമ്മുടെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ റെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ വലിയ പണിയൊന്നും എടുത്തില്ലേ, പക്ഷേ ഇന്ന് എൻ്റെ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്തു. കാരണം ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്രൂവ് ആവുന്നില്ല, അവരുദ്ദേശിച്ച പോലെ സംഭവം വരുന്നില്ല എന്നുള്ളതൊക്കെ എനിക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാണ്, ഞാൻ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡ്രൈവിൽ അവർക്ക് ലിങ്കൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണി ഞാൻ വിചാരിക്കും ഇന്ന് ജസ്റ്റ് ഇതൊന്ന് കഴിഞ്ഞാൽ ഇന്നത്തോടെ ഇത് കഴിയുമല്ലോ. അതിന് അപ്രൂവ് ആയില്ലെങ്കിലും ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ ഞാൻ വിചാരിക്കുന്നു. അശ്വിൻ്റെ ചിക്കനും വലിയ മസാലയും കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ചെറുതായിട്ട് മുറിക്കണം, എന്നാലേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കാരണം ബോൺലെസ് ആയതുകൊണ്ട് ചെറുതായി മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. കൺമണി ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ചീസ് കേക്ക് കഴിക്കാൻ കേട്ടോ. നല്ലതാണോ മോനെ? ടേസ്റ്റി ഉണ്ടോ? ഞാൻ അതിൽ മധുരം വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം അശ്വിനും പഞ്ചസാര അധികം വേണ്ട. കൺമണിക്ക് മധുരം വേണം, പക്ഷേ ഞാൻ പഞ്ചസാര കുറച്ചിട്ടായതുകൊണ്ട് അവൾ നല്ലോണം തട്ടുന്നുണ്ട്. സാധാരണ മധുരം ഇല്ലാത്തൊന്നും കഴിക്കാത്ത ആളാണ്. ഇന്നിപ്പോൾ എന്തോ കഴിക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഇന്നൊരു ദിവസം അവർക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത ക്ലിപ്സൊക്കെ അയച്ചു കൊടുക്കുന്നത് നമ്മൾ മറ്റേ ഗൂഗിൾ ഡ്രൈവ് വഴിയാണ്. അപ്പം ഡ്രൈവിലേക്ക് ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് വലിയ വലിയ വീഡിയോസ് ഉണ്ട്. കുറച്ചുകൂടി ഹൈ ഡെഫിനിഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നു. അപ്പോൾ അതിനി ഒന്ന് അപ്ലോഡായിട്ട് അവർക്കത് ലിങ്ക് ഷെയർ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ, വല്ലാത്തൊരു ടെൻഷനും ഒരു തരത്തിലുള്ള ഒരു സ്ട്രെസ്സായ പോലെ എനിക്ക്.
നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ എൻ്റെ മീലൊക്കെ കഴിഞ്ഞു. ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് വാട്ടർ 1880 എൻ്റെ വീഡിയോ എടുക്കാം, അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഞാൻ വീഡിയോയിൽ പറയാത്ത കാര്യമാണ്, ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാൻ കുടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ലിറ്റർ കണക്കൊന്നും പറയാൻ അറിയില്ല. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണെങ്കിലും 2-3 നേരം ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം കേട്ടോ. ആ ഹായ് പറ. കണ്ണോ ബോ ഉറങ്ങാ മോനെ. സമയം 12 മണിയാവാനായി. 11:30 ബാ. എന്താ പറ്റി? എന്നെ കളിയാക്കുന്നത് എന്റെ കൈ നോക്കി നിന്റെ കൈ സുഖമില്ല അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വാ. അത് കൺമണി തന്നെയല്ലേ കെട്ടി വെച്ചിനി. കൺമണിയല്ലേ കൈക്ക് ഇപ്പൊ കെട്ടീനി ആ കയറി വെച്ചിട്ട്. എന്നിട്ട് ആര് പറഞ്ഞു സുഖമില്ലാത്ത കൈയാന്ന്? ആരും പറഞ്ഞിട്ടില്ല, വെറുതെ പറയല്ലേ. ആ ഒരു ഒന്നുമില്ല. ബാ നമുക്ക് ഉറങ്ങാം. ബാ ഗുഡ് നൈറ്റ് പറയൂ എല്ലാവരുടെ അടുത്തും. ഇങ്ങോട്ട് നോക്കി പറയും. ആ വെയിങ് മെഷീൻ എടുത്തതിന് മുകളിൽ കൊണ്ട്. ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മയുടെ റൂമിൽ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് കൺമണി എൻ്റെ പുറകെ തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അവൾ കളിക്കായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇനി പോയി കിടന്നുറങ്ങാം. സമയം 11:45. അശു കിടന്നുറങ്ങി. നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് കൈക്കൊക്കെ വേണ്ടാത്ത കെട്ടിയിട്ടുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് കൺമണിക്ക് കുരുത്തക്കേടാണ്. കൺമണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അടീൻ്റെ ഒക്കെ കുഴപ്പമുണ്ട്. അടിയൊക്കെ കിട്ടാത്തതിൻ്റെ എല്ലാ കുഴപ്പവും കൺമണിക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ആഡിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇതായതുകൊണ്ട് അത് നിങ്ങളെയും കൂടെ അറിയിക്കണം ആ ഒരു സന്തോഷം. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വഴി വന്ന ഒരു സന്തോഷം നിങ്ങളടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല എനിക്ക് വീഡിയോസൊക്കെ ചെയ്യണം, എനിക്ക് ആഡൊക്കെ ചെയ്യണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊരു എന്തോ ഒരു കോൺഫിഡൻസ് കുറവാണ്. പക്ഷേ ഞാൻ മാക്സിമം ഇവരെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട നമുക്കിത് എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു ചെറിയൊരു പെൺകുട്ടിയാണേ. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ ഇല്ല കുഴപ്പമില്ല, ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം, നിനക്ക് കുഴപ്പമില്ല, ഞാൻ അതിനെല്ലാം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫുൾ കോൺഫിഡൻസ് തന്ന് എൻ്റെ കൂടെ തന്നെ നിന്ന് 2 ദിവസമായിട്ടും അത്രയും പേഷ്യൻസോടെ എന്നെ എല്ലാം ഗൈഡ് ചെയ്തത് അവളാണ്. അപ്പം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കൂ. എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലെനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ്, ഒത്തിരി പേര് പുതുതായിട്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ടൊക്കെ എനിക്ക് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് മാക്സിമം. എനിക്ക് കുറേ സംസാരിക്കണമെന്നുണ്ട് കമൻറ്റിൽ, പക്ഷേ കമൻറ്റിൽ സംസാരിക്കാനുള്ള പരിമിതികൾ കൊണ്ടാണ് കേട്ടോ. അതിൽ യൂട്യൂബിൽ എനിക്ക് കുറേ ഫ്രണ്ട്സായ കുറേ ആൾക്കാർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അന്വേഷിച്ച് വന്ന് അവിടുന്ന് കൂടുതൽ സംസാരിക്കുന്നതും ക്ലോസ് ആവുന്നതൊക്കെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ. അങ്ങനെ എനിക്ക് ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സിനും സിസ്റ്റേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇതുപോലത്തെ ബ്ലെസ്സിങ്സാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റണേ, നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റണേ എന്ന് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.